ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണം പട്ടയും 4 ഗ്രാമ്പും ഒരു 3 ചെറിയ ഏലക്കായും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവയുടെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ മല്ലിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൽ എണ്ണയൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ടത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏതായാലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികൾ കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഒന്ന് വരഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ പൊടികൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മുട്ട നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മുട്ട നന്നായിട്ട് റോസ്റ്റായി വരും. അതിന് ശേഷം അത് ഓരോന്നായിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പാനിൽ നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ആ പൊടികൾ ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പിക്ക് എണ്ണ കുറച്ച് കൂടുതലായിട്ട് വേണം, അപ്പോഴാണത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 3 വലിയ സവാള അതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ആ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർക്കാം. അപ്പോൾ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചതച്ചിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി ആ സവാള ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടാവണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർക്കാം. നമ്മളിതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആ പൊടികളിലെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. എന്നിട്ട് തക്കാളിയുടെ ആ പച്ചമണവും മാറി അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ചേർക്കുമ്പോൾ കറിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കിട്ടും. തൈര് നന്നായി മിക്സായി അതിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയ്ക്ക് പച്ചമണമൊന്നും ഉണ്ടാവില്ല, നമ്മളത് വറുത്ത് പൊടിച്ചിട്ടുള്ള മസാലയാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം, ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇതിന് ഇതുപോലെ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കറി പോലെ മതിയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കുറുകിയ രീതിയിലാണ് എടുക്കുന്നത്.
അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയായി. അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. പെട്ടെന്ന് സെർവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. ഇതിന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ആ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്